ദീപം അടുക്കളയിൽ രാവിലെ വെള്ളം തിളച്ച് ശുദ്ധീകരിച്ച് ഒരു ദീപം കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പാചകം ആരംഭിച്ചു നോക്കും. ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിൽ നമ്മുടെ മനസ്സിന് നമ്മുടെ ഈ സാമ്പത്തികം, ഏറ്റവും പ്രധാനം സാമ്പത്തിക സ്രോതസ്സിന് മാറ്റം വന്നിരിക്കും. അതും കഴിയാവുന്നതും വടക്ക് കിഴക്കേ മൂലയാണ് പ്രധാനമായിട്ട് അടുക്കളയ്ക്ക് എടുക്കാറ്. വടക്കേ മൂലയും തെക്ക് കിഴക്കേ മൂലയും അടുക്കളയ്ക്ക് കൽപ്പിക്കാറുണ്ട്. അപ്പോൾ വടക്ക് കിഴക്കേ ഭാഗത്ത് ഈ ദീപം കത്തിച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ അടുക്കളയാണെങ്കിൽ ആ സ്ഥാനത്ത്, അതല്ലെങ്കിൽ ഈ വടക്ക് കിഴക്കേ ഭാഗത്തൊരു ദീപം വെച്ചുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒരു സംശയം കൂടി വരും, രാവിലെ കുളിക്കാനൊന്നും സമയം കിട്ടാതെയാണ് അടുക്കളയിൽ കഴിയാവുന്നതും കുളിച്ചതിന് ശേഷം അടുക്കളയിൽ വരിക. പിന്നെ നമ്മുടെ ജോലി തിരക്കൊന്നും കാരണം അതിന് സാധിക്കുന്നില്ല. അതിനെ രീതിയിലുള്ള ജീവിത രീതിക്ക് നമുക്ക് കുളിച്ചിട്ടൊന്നും വരുന്നത് പ്രായോഗികമായി നടക്കുന്നതല്ല. അതുകൊണ്ട് കുളിച്ചിട്ട് വിളക്ക് കത്തിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മൾ ശാരീരിക ശുദ്ധി വരുത്തുക, മുഖം കഴുകുക, കൈയും കാലും മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തിയതിന് ശേഷം ഒരു ദീപം കത്തിച്ച് വയ്ക്കുക. ആ ദീപത്തിൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ് അരി, ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഗ്ലാസ് അരി അല്ലെങ്കിൽ ഒരു നാഴി അരി ആ കത്തിച്ച ദീപത്തിൻ്റെ മുൻവശത്തെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പാചകം ആരംഭിക്കുക. ഈ അരി വേണം അന്നത്തെ ദിവസം പാചകത്തിന്, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ. അങ്ങനെ ആ വീട്ടിലേക്ക് ധനവും സമ്പത്തും ഏറി വരുന്നതാണ്. അപ്പോൾ അവിടെയും സംശയം വരും. നമ്മളിപ്പം അണുകുടുംബമാണ്, അപ്പോൾ വെച്ച ഭക്ഷണമൊക്കെ തലേദിവസം മിച്ചമുണ്ടാകും. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ റൈസ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടായിരിക്കും മിക്കവാറും ആൾക്കാർ കിടക്കാറ്. അപ്പോൾ ഈ അരി നമ്മളെന്തായാലും അരി വേവിക്കുന്ന ഒരു വീടായിരിക്കും. ഈ ഒരു ഗ്ലാസ് അരി മാറ്റി വയ്ക്കുക, പിറ്റേ ദിവസം ഈ അരി കഴിക്കുക. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം വേവിച്ച് വയ്ക്കുന്ന അരി ഇതായിട്ട് മാറിക്കോളും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരി ഒരു ഗ്ലാസ്, ഒരു നാഴി അരി, നാഴി ഇല്ലാത്ത വീടുകളാണെങ്കിൽ ഒരു ഗ്ലാസ്സിലെങ്കിലും ഒരു അരി, ഇല്ല ഒരു പിടി അരിയെങ്കിലും അത് ഗണപതി ഭഗവാനെ സങ്കല്പിച്ച് നമുക്ക് ഈ ധനവും ഈ ധാന്യം വർദ്ധിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി വേണം ഈ വിളക്കിൻ്റെ മുമ്പിലേക്ക് വയ്ക്കാൻ.